എഞ്ചിനീയറിംഗ് എസെൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ AC ആണ് വരുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് ഇൻവെർട്ടർ ആയിട്ട് ഉപയോഗിച്ചുകൂടാ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഞാനിവിടെ സർക്യൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോ ലോഡ് പവർ ഡ്രോ 9.8 വാട്ട്സ് ആണ്. 7.5 വാട്ട്സ് ട്രാൻസ്ഫോമറിന്റെ നോ ലോഡ് പവർ ലോസും 2.3 വാട്ട്സ് TDA7294ന്റെ ഐഡിൽ ലോസും ആണ്. ഈ ട്രാൻസ്ഫോമർ ആണ് പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ 18018 ടാപ്പിംഗ് റെക്ടിഫൈ ചെയ്ത് 1000 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് TDA7294 ആംപ്ലിഫയറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് 50 ഹെർട്സ് സിഗ്നൽ കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. അതിന്റെ വോളിയം കുറച്ച് വെച്ചിരിക്കുകയാണ്. TDA7294 ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ 12 വോൾട്ടേജ് വൈൻഡിംഗ്. സെക്കൻഡറിയിൽ വരുന്ന വോൾട്ടേജിന്റെ വേവ് ഫോമും ആംപ്ലിറ്റ്യൂഡും അളക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഓസിലോസ്കോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ 400 മില്ലി വോൾട്ട് ആണ് അത് റീഡ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിന്റെ 220 വോൾട്ട് വൈൻഡിംഗിൽ വോൾട്ടേജ് അളക്കാനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് മൾട്ടിമീറ്റർ ആണ്. ലോഡായിട്ട് ഒരു LED ബൾബാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: ഈ സർക്യൂട്ടിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വോൾട്ടേജ് ഉള്ളതിനാൽ ഈ സർക്യൂട്ട് ഇതുപോലെ പകർത്താൻ ശ്രമിക്കുന്നത് നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും വരെ കാരണമാകാം. ലോ വോൾട്ടേജ് സൈഡിൽ 400 മില്ലി വോൾട്ട് ഉള്ളപ്പോൾ തന്നെ 2 വോൾട്ടോളം റീഡ് ചെയ്യുന്നുണ്ട്. ഇനി ആംപ്ലിഫയറിന്റെ സിഗ്നൽ വോൾട്ടേജ് ഒന്ന് കൂട്ടി നോക്കാം. ഇപ്പൊ വോളിയം 20 എത്തിയിട്ടുണ്ട്. ലോ വോൾട്ടേജ് സൈഡിൽ റീഡ് ചെയ്യുന്നത് 2 വോൾട്ട് RMS ആണ്. ഹൈ വോൾട്ടേജ് സൈഡിൽ വരുന്നത് 26 വോൾട്ട് ആണ്. ഇനിയും വോളിയം കൂട്ടാം. ഇപ്പൊ LED ഓൺ ആയിട്ടുണ്ട്. ഹൈ വോൾട്ടേജ് സൈഡിൽ വരുന്നത് 78 വോൾട്ട് RMS ആണ്. AC വോൾട്ടേജ് ആണ് വരുന്നത്. ലോ വോൾട്ടേജ് സൈഡിൽ വരുന്നത് 6.74 വോൾട്ട്സ് ആണ്. ഇപ്പോഴും സൈൻ വേവ് തന്നെയാണ് കിട്ടുന്നത്. 50 ഹെർട്സിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TDA7294 ചൂടാകുന്നുണ്ടോ എന്ന് നോക്കാം. ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. 18 വാട്ടാണ് ഇപ്പൊ പവർ സപ്ലൈയിൽ നിന്ന് എടുക്കുന്നത്. ഏകദേശം 9 വാട്ടോളം അഡീഷണൽ എടുക്കുന്നുണ്ട്. ഇനിയും വോൾട്ടേജ് കൂട്ടാം. ഇപ്പൊ LED നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുന്നുണ്ട്. ഹൈ വോൾട്ടേജ് സൈഡിൽ വരുന്നത് 140 വോൾട്ട് ആണ്. ലോ വോൾട്ടേജ് സൈഡിൽ വരുന്നത് 11.27 വോൾട്ട് RMS ആണ്. ഹീറ്റ് സിങ്ക് ചെറുതായിട്ട് ചൂട് കൂടി വരുന്നുണ്ട്. പവർ സപ്ലൈയിൽ നിന്ന് ഇപ്പൊ എടുക്കുന്നത് 27 വാട്ട്സ് ആണ്. ഇനിയും വോൾട്ടേജ് കൂട്ടി നോക്കാം. ഹൈ വോൾട്ടേജ് സൈഡിൽ ഇപ്പൊ വരുന്നത് 170 വോൾട്ട് ആണ്. ലോ വോൾട്ടേജ് സൈഡിലെ വോൾട്ടേജ് വേവ് ഫോം ക്ലിപ്പ് ആവുന്നുണ്ട്. നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിരിക്കുന്ന പവർ സപ്ലൈയുടെ പ്രശ്നമാണത്. ആംപ്ലിഫയറിന് വേണ്ട വോൾട്ടേജ് നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് കിട്ടുന്നില്ല. ഇപ്പൊ കൊടുത്തിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മാക്സിമം 140 വോൾട്ട് ആണ് ക്ലീൻ ആയിട്ടുള്ള AC വോൾട്ടേജ് കിട്ടുക. നമ്മുടെ ഈ സർക്യൂട്ട് 140 വോൾട്ടിൽ സ്റ്റേബിൾ ആണ്. LED നല്ല ബ്രൈറ്റ് ആണ്. പവർ ഇൻപുട്ട് 27 വാട്ട്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു 9 വാട്ട് LED ബൾബാണ്. TDA7294ന്റെ ഹീറ്റ് സിങ്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 140 വോൾട്ട് തന്നെയാണ് ഇപ്പോഴും ഔട്ട്പുട്ട് ഉള്ളത്. ലോ വോൾട്ടേജ് സൈഡിൽ ഇപ്പോഴും 11.27 വോൾട്ട് ആണ് ഉള്ളത്. അത്യാവശ്യങ്ങൾക്ക് ഇങ്ങനെ നമുക്കൊരു ഇൻവെർട്ടർ ഉണ്ടാക്കാം. ഈ സർക്യൂട്ടിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് TDA7294ന്റെ ഹീറ്റ് സിങ്ക് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അതിലേക്ക് ഒരുപാട് പവർ ചൂടായിട്ട് വേസ്റ്റ് ആവുന്നുണ്ട്. ക്ലാസ് AB ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ LED എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പവർ TDA7294 ചൂടാക്കി മാറ്റുന്നുണ്ട്. ആ ചൂട് ഒഴിവാക്കാൻ തന്നെ നല്ല കൂളിംഗിന്റെ ആവശ്യം വേണ്ടി വരും. രണ്ടാമത്തെ പ്രശ്നം, ഇതൊരു ബാറ്ററിയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതിന്റെ 2 ഇരട്ടിയിൽ കൂടുതൽ ഇൻപുട്ട് പവർ കൊടുക്കേണ്ടി വരും. ഞാൻ ഈ സർക്യൂട്ടിൽ ട്രാൻസ്ഫോമർ ആണ് പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നോർമൽ ഇൻവെർട്ടർ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്നായിരിക്കും. അപ്പൊ കൂടുതൽ പവർ വേണ്ടി വരുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാനും കാരണമാവും. എന്നാൽ അത്രയും പവർ ഹൈ വോൾട്ടേജ് സൈഡിൽ നമുക്ക് കിട്ടുന്നുമില്ല. ഓഡിയോ ആംപ്ലിഫയർ ഇങ്ങനെ വലിയ ലോഡ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. 50 വാട്ടിൽ കൂടുതൽ ആവശ്യമുള്ള ഒരു ലോഡിനും ഇങ്ങനെ ഉള്ള ഒരു സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ നല്ലതല്ല. അതുപോലെ ഈ ട്രാൻസ്ഫോമറിന്റെ ഇംപിഡൻസ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസുമായിട്ട് മാച്ച് ചെയ്താൽ മാത്രമേ ആംപ്ലിഫയർ ഓവർ ഹീറ്റ് ആവാതെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോഴും കണ്ടിന്യൂസ് ആയി സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ആംപ്ലിഫയറിന്റെ ലൈഫ് കുറയ്ക്കും. ഇവിടെ ഒരുപാട് പവർ നഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. കുറെ കൂടെ ഹീറ്റ് ആകാത്ത ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ച് ഈ ഒരു എക്സ്പെരിമെന്റ് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അതെ, ഒരു ക്ലാസ് D ആംപ്ലിഫയർ ഉപയോഗിച്ച് ഇതേ എക്സ്പെരിമെന്റ് ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അടുത്ത വീഡിയോ മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.